കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു ലിവർ റോസ്റ്റ് തയ്യാറാക്കിയാലോ. അതിനായി ഞാനിവിടെ 1 കിലോ ലിവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ബീഫൊക്കെ കട്ട് ചെയ്യുന്നേക്കാൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ വിനാഗിരിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂട് വെള്ളത്തിലേക്ക് ഇതൊരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ചൂടുവെള്ളം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം കുറച്ച് നേരം. അതിനുശേഷം കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ അങ്ങനെ തന്നെ ഇട്ടു എന്ന് മാത്രം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ ശരിക്കൊന്ന് ഉറയ്ക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ 5 മിനിറ്റ് നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു. കണ്ടോ, ഇപ്പോൾ ഇതിനൊരു കട്ടി വന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തെന്നി പോകും. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് ഇനി നമുക്കൊന്ന് ടാപ്പ് വാട്ടറിലേക്ക് കാണിച്ച് ഒന്നും കൂടെ ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അല്പം വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ബീഫ് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴേക്കും ഉടഞ്ഞു പോകും. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ക്ലീൻ ചെയ്യാം. കാരണം ഇതിൽ നിന്ന് ധാരാളം ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലോ അല്ലെങ്കിൽ നമുക്കിതേപോലെ പ്ലാസ്റ്റിക് കൊട്ടയിലോ എന്തിലേക്കെങ്കിലും ഇടാം. കാരണം ഇതിൽ നിന്ന് ഇനിയും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ലിവർ റോസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തത്, 3 തണ്ട് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് ലിവർ വരട്ടിയത് തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ലിവർ റോസ്റ്റ് വളരെ ഈസി ആയൊരു മെത്തേഡിലാണ്. അതായത് ആദ്യം തന്നെ ഞാൻ ലിവറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കും. അതിനുശേഷം പിന്നെ നമുക്ക് മസാലകൾ പച്ചമുളക് ഇഞ്ചി വേപ്പില എല്ലാം ചേർത്ത് സാധാരണ പോലെ റോസ്റ്റ് തയ്യാറാക്കാം. ആ ഒരു മെത്തേഡ് അല്ലാതെ മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കടായി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി നമുക്ക് പച്ചമുളക് ഇഞ്ചി വേപ്പില എല്ലാ സാധനങ്ങളും മൊരിയിച്ച് മുളക് പൊടി മസാല എല്ലാം മൊരിച്ചതിന് ശേഷം ലിവർ ഇട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം എടുക്കുമെന്ന് മാത്രം. നല്ല ടേസ്റ്റി ആയിരിക്കും, കുറേ സമയം എടുക്കും. ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഈസി മെത്തേഡിലാണ്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ലിവർ വരട്ടിയെടുക്കില്ലേ, അഥവാ റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഇതിനകത്ത് കുരുമുളകാണ് ധാരാളം വേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഈ ലിവറിലേക്ക് ഇട്ടത്.
ഇനി ഇതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത കുരുമുളകും കൂടി വേണം. അതായത് കുരുമുളക് ഇട്ടിട്ടാണ് നമ്മളിത് ശരിക്കും വരട്ടിയെടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അതാണ് നമുക്ക് ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചതച്ചത് ഇതിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചതച്ചത് ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ലിവർ റോസ്റ്റിന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെറിയുള്ളി ചതച്ചത് ഇതിൽ ചേർത്തത്. ഇല്ലെങ്കിൽ സവാള മാത്രം ചേർത്താലും മതി, എന്നാലും ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഈ സവാള എല്ലാം വേഗം മൊരിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ കുരുമുളക് ധാരാളം ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. അതിനാവുമ്പോൾ എരിവ് കുറവാണല്ലോ. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, അല്പം ഗരം മസാല നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായി ഇത് മിക്സ് ചെയ്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം ഇത് ശരിക്കും മുരിഞ്ഞു വരാൻ. മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ഇടാം. ലിവർ നന്നായി വെന്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുരുമുളകിൻ്റെ ഒക്കെ വാസന വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ മസാലകളും എല്ലാം ലിവറിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണത്. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കുരുമുളകിൻ്റെയൊക്കെ, നല്ല ടേസ്റ്റായിട്ട്. നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കാരണം നമ്മൾ ലിവർ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, നമുക്കല്പം ആഡ് ചെയ്യാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നല്ല വാസന തരും. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് അഥവാ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് അഥവാ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.